ഹലോ എവരി വൺ, വെൽക്കം ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂൾ 3 ഡിസൈനിങ്ങിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിലും വരുന്ന ഒരു റിപ്പീറ്റഡ് ഓരോ ഇയറും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡാറ്റ ഫ്ലോ അനാലിസിസ് അല്ലെങ്കിൽ DFD. അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡാറ്റ ഫ്ലോ അനാലിസിസിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഡാറ്റ ഫ്ലോ അനാലിസിസ്, ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. മെയിൻലി നമ്മൾ ഡാറ്റ ഫ്ലോ അനാലിസിസിന് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാം, ഡാറ്റ ഡിക്ഷണറി, ഡാറ്റ സ്ട്രക്ചർ ചാർട്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് DFD, ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്തിട്ട്, അതൊരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ബിസിനസ് പ്രോസസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പ്രോസസ്സ് നമ്മുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ ആസ് എ കസ്റ്റമർ വി ആർ വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കംപ്ലീറ്റ്ലി. സോ ആസ് എ പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് ദേ ആർ ഷോയിങ് ടു അസ് എന്ന് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ ഒരു സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ്, അവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ. അപ്പോൾ എപ്പോഴും വേർബൽ ഡിസ്ക്രിപ്ഷൻ, അതായത് നമ്മൾ പറയുന്ന ഒരു കഥിനേക്കാളും കാണിച്ചു കൊടുക്കുന്ന വിഷ്വലൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് DFD, ഡാറ്റ ഫ്ലോ ഡയഗ്രാം. നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിങ്ങളുടെ സെം പ്രൊജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൈഡ് പറയും ഫസ്റ്റ് നിങ്ങളൊരു സിനാപ്സിസ് സബ്മിറ്റ് ചെയ്യുക, അതായത് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ആ ഒരു ഗൈഡ് പറയും ഓക്കെ ദെൻ സബ്മിറ്റ് യുവർ DFD അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, ഫ്ലോ ഡയഗ്രാം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതാണ്, നിങ്ങൾ ആ ഒരു സിസ്റ്റത്തെ ഡിസൈൻ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വാക്കുകൾ കൊണ്ട് എഴുതി ആ ഒരു സംഭവത്തിന് നിങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു വാട്ട് ഈസ് എ DFD. ഞാൻ പറഞ്ഞ പോലെ DFD എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ ടൂളാണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഡാറ്റയുടെ മൂവ്മെൻറ്റ്സ് ആ സിസ്റ്റത്തിൽ നടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് DFD. അത് നമുക്ക് രണ്ട് രീതിയിലാവാം, അതായത് നമ്മൾക്ക് മാനുവലായിട്ടോ ഓട്ടോമാറ്റഡ് ആയിട്ടോ നമുക്കത് ചെയ്യാം. ആൻഡ് മെയിൻലി DFD ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ. ലോജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ നോക്കുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡിസ്ക് യൂണിറ്റ്സ് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സ്, ഇതിലൊക്കെ നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ലോജിക്കലിയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഫിസിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് ശരിക്കത്തെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് പല ഡിഫറെൻറ്റ് പീപ്പിൾ അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വർക്ക് സ്റ്റേഷൻ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ DFD നമ്മൾ ഫിസിക്കൽ DFD ആണ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് DFD classification. Then moving on to the symbols which are used in data flow diagrams. Mainly യൂസ് ചെയ്തിരിക്കുന്ന ഒരു 4 സിമ്പിളാണ്. അതായത് ഒരു ആർക്ക് പോലെ കാണിക്കുന്നതാണ്. അതായത് they are showing the data flow. ഓക്കെ, അതെ, ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ, സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടൊരു ആരോ ഹെഡ് നമ്മൾ കൊടുക്കുന്നു. അതാണ് ഡാറ്റ ഫ്ലോയുടെ ഡയറക്ഷൻ കാണിക്കുന്നത്. ദെൻ കംസ് സർക്കിൾ, അതായത് നമ്മുടെ പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കിൾ യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ കാണിക്കാനായിട്ട്. ഓക്കെ, ദെൻ കംസ് എൻറ്റിറ്റി, സോഴ്സ് ഓഫ് സിങ്ക്, അതാണ് റെക്റ്റാങ്കുലർ റെപ്രസെൻറ്റേഷൻ. ദെൻ ഫൈനലി ദ ഡാറ്റ സ്റ്റോർ, അതായത് നമ്മുടെ മെമ്മറി എവിടെയാണ് നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുക അത് കാണിക്കാനായിട്ട് 2 ലൈൻ നമ്മൾ കൊടുക്കും, അവിടുന്ന് ഇൻപുട്ടും ഔട്ട്പുട്ടും. ഓക്കെ, ദ റിപ്പോസിറ്ററി ഓഫ് ഡാറ്റയാണത്. അതിന് മെയിനായിട്ട് 4 സിമ്പിൾസാണ് നമ്മൾ DFDയിൽ യൂസ് ചെയ്യുക. ദ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഫോർ DFD ഞാൻ മുന്നേ പറഞ്ഞതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് നിങ്ങൾ തന്നിരിക്കുകയാണ്. അതായത് ആദ്യത്തെ സർക്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബബിൾ എന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാം. ദേ ഷോസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ. പിന്നെ പറയുന്നത് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത് അതായത് ഒരു കേർവ്ഡ് ലൈനാണ് നമുക്കത് കാണിക്കുന്നത്. ദെൻ കംസ് ഡാറ്റ സ്റ്റോർ, 2 പാരലൽ ലൈൻസ് ഷോ ചെയ്യുകയാണ്, ദ കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസ്. ഫൈനലി ദ എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ, ഇതെല്ലാം നമ്മൾ സോഴ്സ് ഓഫ് സിങ്ക് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു DFD നമ്മൾ വരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്കൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ കുറച്ച് റൂൾസാണത് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മുടെ നെയിംസ് നമ്മൾ കൊടുക്കുന്ന DFDക്ക് കൊടുക്കുന്ന നെയിമുകൾ എപ്പോഴും യുണീക്ക് ആയിരിക്കണം. ഓക്കെ,
അത് അങ്ങനെ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DFDയിൽ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സിനെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ, അതിനാണ് നമ്മൾ യുണീക്കായിട്ട് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DFD ഇസ് നോട്ട് എ ഫ്ലോ ചാർട്ട്. കാരണം നമ്മൾ ഫ്ലോ ചാർട്ടിൽ എന്താ ചെയ്യുന്നത്, ഫ്ലോ ഓഫ് ചാർട്ട്, ഫ്ലോ പ്രോസസ്സുകളുടെ തമ്മിൽ ഫ്ലോ ആണ് കാണിക്കുന്നത് അല്ലേ. പക്ഷേ DFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിലല്ല എന്ന് മാത്രം. ഒരു സിസ്റ്റത്തിൻ്റെ ഫ്ലോ, ഡാറ്റ ഫ്ലോ ആണ് നമ്മൾ DFDയിൽ കാണിക്കുന്നത്. ദെൻ ഒരു ആരോസ്, അതായത് ഫ്ലോ ചാർട്ടിലുള്ള ആരോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവൻറ്റ്സിൻ്റെ ഓർഡറാണ്. പക്ഷേ നമ്മൾ DFDയുടെ കേസ് എടുക്കുമ്പോൾ അതെന്താണ്, അത് റെപ്രസെൻറ്റിങ് ഫ്ലോയിങ് ഡാറ്റയാണ്. ദെൻ ഒരു ഓർഡറും DFDയിൽ ഇല്ല, അതായത് ഏത് ഓർഡറിൽ വേണമെങ്കിലും DFD വർക്ക് ചെയ്യും. ദെൻ കംസ് DFD ഡയമണ്ട് ഷേപ്പ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ, അതായത് നമ്മുടെ ലോജിക്കൽ ഡിസിഷൻസ്, അങ്ങനെ ഒരു സംഭവമേ DFDയിൽ നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കൊടുക്കില്ല, മെയിൻലി നമ്മൾ DFDയിൽ കൊടുക്കാറില്ല. സാധാരണ നമ്മൾ ഫ്ലോ ചാർട്ടിൽ നമ്മൾ ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് കൊടുക്കുന്ന ഡിസിഷൻ കൊടുക്കാനായിട്ടാണ്. മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എസ് ഓർ നോ ഒക്കെ വരുമ്പോൾ ഏത് ഡിസിഷൻ ചൂസ് ചെയ്യണം, സ്വിച്ചിൻ്റെ കേസൊക്കെ ആകുമ്പോഴാണ് ഡയമണ്ട് ഷേപ്ഡ് ബോക്സ് നമ്മൾ കൊടുക്കുക. പക്ഷേ DFDയുടെ കേസിൽ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ DFD ഒരിക്കലും നമ്മുടെ എറർ കണ്ടീഷൻസ് അല്ലെങ്കിൽ എറർ ഹാൻഡിലിംഗ് അവസാനം എൻഡിലായിരിക്കും നമ്മളത് മനസ്സിലാക്കുന്നത്. DFD വളരെ എളുപ്പമാണ് DFD വരയ്ക്കാനായിട്ട്. ഇങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ നോക്കണം. ആൻഡ് ദെൻ മെയിൻലി പറയുന്നത് DFDയുടെ ലെവൽസാണ്. അതായത് മെയിൻലി DFDക്ക് 3 ലെവൽസാണുള്ളത്. അതായത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന്, ലെവൽ 0 ഫ്രം ലെവൽ 0 ടു ലെവൽ 3 വരെയാണ്. അത് കൂടാം, പക്ഷേ എപ്പോഴും നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുന്നത് 3 ലെവലായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലെവലിനെ നമ്മൾ എപ്പോഴും പറയുന്നത് 0 ലെവൽ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മൊഡ്യൂളാണിത്. ഓക്കെ, എൻ്റയർ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് ഒരൊറ്റ സിംഗിൾ ബബിളിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിനോട്ട് ചെയ്യുന്നതാണ് കോണ്ടെക്സ്റ്റ് ഡയഗ്രാം. ഓക്കെ, അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ജനറൽ ഓവർവ്യൂ ആണ് കോണ്ടെക്സ്റ്റ് ഡയഗ്രാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയാണ് നമ്മളുടെ ലെവൽ 1ന്. അതായത് നമ്മളുടെ ഒരു സിസ്റ്റം കാണിക്കുന്നു, എന്താണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, എന്താണ് പുറത്തേക്ക് വരുന്നത്, അത് ഒരൊറ്റ സിംഗിൾ ഡയഗ്രാം ആയിട്ട് കാണിക്കുന്നത് ലെവൽ 0. ദെൻ നെക്സ്റ്റ് ആണ് ലെവൽ മുകളിലേക്ക് പോകുക, അതായത് ലെവൽ 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത്. സോ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ കാണാം, നമ്മുടെ റെയിൽവേ റിസർവേഷൻ നമ്മൾ 0 ലെവൽ DFDയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമുക്ക് 2 മൊഡ്യൂളാണുള്ളത്, 2 എൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പാസഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റി ആൻഡ് ഫൈനൽ അഡ്മിൻ എന്ന് പറയുന്നത് അഡ്മിൻ. പാസഞ്ചർ ചെയ്യുന്ന വർക്ക്സ് അല്ലെങ്കിൽ പാസഞ്ചറുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ മാർക്ക് പ്രോസസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാൻസൽ ചെയ്യുന്നു, റിസർവ് ചെയ്യുന്നു, ടിക്കറ്റ് ഇൻഫർമേഷൻ. അഡ്മിൻ്റെ പ്രോസസ്സുകളും കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കാണിക്കുന്നതാണ് മെയിൻ പ്രോസസ്സ്, അതായത് റെയിൽവേ റിസർവേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം. അതിലേക്ക് വരുന്ന പ്രോസസ്സാണ് നമ്മൾ ആരോ മാർക്കിൽ ചെയ്യുന്നത്. ഇതാണ് 0 ലെവൽ DFD. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലെവൽ 1ലോട്ടാണ്. അതായത് നമ്മുടെ ലെവൽ 0നെ കുറച്ചും കൂടി ഒന്ന് ജനറലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ വേർഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, അതായത് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, ഓക്കെ, ആ ഒരു സബ്ബായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. മൊഡ്യൂളിനെ നമ്മൾ സബ്ബായിട്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ നേരത്തെ കൊടുത്ത പാസഞ്ചർ എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് വീണ്ടും നമ്മളൊരു പ്രോസസ്സ് എൻക്വയറി എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു. അവിടെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, പിന്നെയും നമ്മൾ അതുപോലെ തന്നെ റെയിൽവേ പ്രോസസ്സ് എന്ന് പറഞ്ഞ ടിക്കറ്റ് ജനറേഷൻ, അതായത് ഓരോ പ്രോസസ്സിനും നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഡിഫറെൻറ്റ് സബ്ബായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഓരോ പ്രോസസ്സിനെയും മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡാറ്റ ഫ്ലോ കാണിക്കുമ്പോൾ സബ് പ്രോസസ്സായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലെവൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കം ദ ലെവൽ 2. അവിടെ എന്താണ് ഫർദർ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പ്രോസസ്സിനെ പറ്റി കൊടുക്കും അല്ലേ. ഇവിടെ നമ്മൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയില്ലേ. ഫസ്റ്റ് ലെവലിനേക്കാളും ഒരുപാട് പ്രോസസ്സുകൾ പിന്നെയും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
സോ ഇങ്ങനെയാണ് ഒരു എക്സ്റ്റെൻഡ് വേർഷനാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. ഫൈനലി നമ്മൾ അവസാനത്തെ ലെവൽ ആകുമ്പോഴേക്കും ഒരു ബിഗ് സിസ്റ്റം ആയിട്ട് തന്നെ അത് മാറും. ഫൈനലി ലെവൽ 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഫർദർ അത് ഇലാബറേറ്റ് ചെയ്ത് പോവുകയാണ്. അതായത് നമ്മുടെ ഓരോ ഈ മൈന്യൂട്ട് പ്രോസസ്സിൻ്റെ ഉള്ളിൽ കൂടെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഡിറ്റക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പാസഞ്ചർ റെക്കോർഡിങ് തന്നെ പാസഞ്ചർ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ലെവൽ 3 ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശരിക്കുള്ള ഗെറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് 3 പ്രോസസ്സ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻറ്റിറ്റി തന്നെ 4 എൻറ്റിറ്റീസും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ഒരു ഫുൾ സിസ്റ്റത്തിന് നമ്മൾ 3ാമത്തെ ലെവൽ എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് സിസ്റ്റമാണ് നമ്മളവിടെ ജനറേറ്റ് ചെയ്യണത്. And now moving on to the advantages and disadvantages of DFD അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഇവിടെ പറയുന്നത് നമ്മൾ അഡ്വാൻറ്റേജസ് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാവും, അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽഡ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും, ഒരുപാട് എളുപ്പമാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഡോക്യുമെൻറ്റേഷൻ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് DFD. ലോജിക്കും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഒരു ഗ്രാഫിക്കൽ ടെക്നിക്കാണ്, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ DFDയുടെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ടു ക്രിയേറ്റ്, സോ ലോങ് ദാറ്റ് അനലിസ്റ്റ് മേ നോട്ട് റിസീവ് സപ്പോർട്ട് ഫ്രം മാനേജ്മെൻറ്റ് ടു കംപ്ലീറ്റ് ഇറ്റ്. എപ്പോഴും DFDക്കാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. അതായത് ഡിസൈനിങ്ങിലാണ് എപ്പോഴും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ DFD. നൗ നമ്മൾ നമ്മൾ മൂവിങ് ചെയ്യുന്നത് മോഡുലാരിറ്റിയിലേക്കാണ്. അതായത് സിസ്റ്റത്തിലെ ഫങ്ഷനും കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളുമാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.